സാഗരമേ ശാന്തമാക നീ സാന്ധ്യരാഗം മായുന്നീതാ ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാക നീ സാന്ധ്യരാഗം മായുന്നീതാ ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാക നീ. മൊഴികളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കൂട്ടുകൂടിയ വാനമ്പാടികളുടെ പ്രിയപ്പെട്ട ഷോയിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടിന്റെ ചന്തം പകർന്ന മനോഹര വേദിയിലേക്ക് നക്ഷത്രക്കുട്ടി എത്തുന്നു. നക്ഷത്രക്കുട്ടി എന്തോ എന്തൊക്കെയാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോണു. ചിട്ടയായിട്ട് പോണം മോളെ, ജീവിതമല്ലേ കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും പോകണ്ട കേട്ടോ, നേരെ വഴിക്ക് അങ്ങ് പോയാൽ മതി. അത് ഇതുവരെ ആദ്യമായിട്ട് ഒരാൾ പറയണ കേൾക്കുന്നത്. ഒന്നെങ്കിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു, ഓ ഭയങ്കര ഹാപ്പി എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയില്ല. പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ കിടന്ന് വലയുന്ന ഒരു മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയത്. അല്ല, സുഖമാണ് ഉദ്ദേശിച്ചത്. ഏതാ പാടുന്നേ? യമുന വെറുതെ രാ പാടുന്നു. എന്താണ് യമുന വെറുതെ രാ പാടുന്നു. യമുന വെറുതെ പേയ്മെന്റ് ഇല്ല, നല്ല പാട്ടാ മോളെ കേട്ടോ, ഉഗ്രം പാട്ടാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞേ മക്കളെ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പിന്നെ മ്യൂസിക് ഔസേപ്പച്ചൻ സർ, പിന്നെ പാടിയത് ശ്വേതാ മോഹൻ. ശ്വേതാ മോഹൻ സാർ അല്ല, ശ്വേത ചേച്ചി. പിന്നെ സിനിമ ഒരേ കടൽ. വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. ഉഗ്രം പാട്ടാണ്, ഉഗ്രമായിട്ട് പാടുക കേട്ടോ. അല്ല, സൂക്ഷിച്ച് അങ്ങനെ ഇങ്ങനെ മറ്റേ അങ്ങനെ പാടരുത്, നമ്മളെ ഇവിടെ കരയിപ്പിക്കണം. All the best. Thank you.
ആഹാ Good, 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 Nice, മോളെ. nice, Nice, nice. nice. Very good, very good. ആഹാ. ഒരു ആന്റി ക്ലൈമാക്സ്. നക്ഷത്ര എന്തു അങ്കിളിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല ഒരു ഫീല് മോള് പാട്ടിലൂടെ ഇവിടെ മുഴുവൻ ഇങ്ങനെ പരത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഹൃദയഗാനം അതിനകത്ത് തുടക്കത്തിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അത് തുടക്കവും ഒക്കെ കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചിരുന്നത് നന്നായിരുന്നു. കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു. നന്ദലാല അനുവല്യ തുടങ്ങില്ലേ നന്ദലാല, ആ അവിടെ ഒരു ക്ലാരിറ്റി വേണം മോള്. അത് ഫീലും വേണം, എങ്കിൽ സംഗതിയും കേൾക്കണം കേട്ടോ. അത്രയൊക്കെ ഉള്ളു മോളെ, എനിക്ക് അത്രയും തോന്നിയുള്ളൂ. ബട്ട് യു ഹാവ് മെയിൻറ്റെയിൻ ദ ടോട്ടൽ ഫീൽ ഓഫ് ദ സോങ്. കാരണം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്, മുകളിലും താഴെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഔസേപ്പച്ചൻ ചേട്ടന് ഈ ഒരേ കടൽ എന്നുള്ള പടത്തില് ഒരേ രാഗത്തില് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരേ കടലും ഒരേ രാഗമാണ്. ഒരേ രാഗം. ശുഭബന്ധുരാളി. റിമിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ ഇത് കേൾക്കുമ്പോ തന്നെ ഈ പാട്ടും കൂടെ എന്റെ മനസ്സിലോട്ട് തോന്നുന്നു. പ്രണയസന്ധ്യയൊരു വെൺസൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പ്രണയസന്ധ്യയൊരു വെൺസൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. ഗവദനി സാനിദമ്മ ഗരി ഗരി സനിരി സ. ഇത് പാടുമ്പത്തേക്ക് അറിയാണ്ട് നമ്മുടെ മനസ്സിലെല്ലാം വരുന്ന ഒരു പാട്ടുണ്ട്, MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട്. ഏതായിരിക്കും? ജാനകിയമ്മ. അതെ അതെ, മൗനമേ. ഇതിലേ പോകും കാറ്റേ, ഇവിടെ വിരിയും മലരിൽ കുളിരായി നിറമായി ഒഴുകും ദുഃഖം എന്നും നിന്നെ തേടി വരും മൗനമേ. മക്കളെ, എന്തോ നക്ഷത്ര കുഞ്ഞെ, എന്തോ അസാധ്യമായിട്ടൊരു കോമ്പസിഷൻ ആണ് നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചേട്ടൻ. അപ്പൊ ഇത് ആ യമുന എന്നുള്ള ഇപ്പൊ അണ്ണൻ പാടിച്ചില്ലേ, അത് തുടക്കമായിരുന്നു ഒരു ബലമില്ലായ്മ, ഒരു ശക്തിക്കുറവും ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്ത് കേട്ടോ. ഈ നന്ദലാല മോളെ അതിനടുത്ത് ആ ഒരു നോട്ട് കൃത്യമായിട്ട് കാണിച്ചാൽ ബെറ്റർ. ഒന്ന് പാടാമോ നന്ദലാല? ആ നോട്ട് മോള് അവിടെ അത് അങ്ങനെ നോട്ട് ഉള്ളതായിട്ട് ഫീൽ ഇല്ലാതെ മോള് പാടുന്നത്, അത് വേണം. ഈ നന്ദലാലേന്ന് അറിയാണ്ടങ്ങനെ മറ്റേ പാട്ട് കയറി വന്നാലത്തെ അവസ്ഥ ഈ പാട്ടിന്റെ മക്കളെ, രാജാ സാറിന് വേണ്ടി പാടിയ പാട്ടിന്റെ ഒരു ഓപ്പണിങ് തുകയുണ്ട്, അത് പാടിത്തരാം കേട്ടാ. ഇടറിനും എനതുരു നോയ് തുടരിനും നിൻ കഴൽ തൊഴുതെഴുവേ വാഴിനും സാവിനും വരുന്തിനും പോയി വീഴിനും നിൻ കഴൽ തൊഴുതേ നല്ലേ. താഴിളം തടം പുണൽ തയങ്ക് சென்னி போழிள மதி வைத்த புண்ணியனே போழிள மதி வைத்த புண்ணியனே സൂപ്പർ. താങ്ക് യു അണ്ണേ. വെറുതെ അല്ല മോതിരൂരി തന്നത്. ശരിക്കും ഇത് കേൾക്കും തോറും നമ്മുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം, ഭയങ്കര രാഗത്തിന്റെ ആയിരിക്കും ഒരു
ഭീകര. വയ്യ, എന്നെ കൊണ്ട് ഇത് കൊള്ളുതാ. നിങ്ങൾ എന്തിനാ കരയിക്കാൻ കൊണ്ടുവന്നാണ് ഇവിടെ? വയ്യ എനിക്ക്. അരുതേ അരുതേ. നക്ഷത്രക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ. ഒരു ക്ലാസിക് സെലക്ഷൻ ആയിരുന്നു, നല്ല ഉഗ്രം പാട്ട് കേട്ടോ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മൈക്കിന്റെ പൊസിഷൻ. മൈക്ക് കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടും പാടുന്നതിന് കേട്ടോ. യമുന വെറുതെ എന്നുള്ളത് ആദ്യം തുടക്കം തന്നെ യമുന വെറുതെ ഒരു ബലമില്ലായ്മ. അല്ല മധു, അത് യമുന വെറുതെ അങ്ങനെയുള്ളപ്പോ അത് അങ്ങനല്ല ഫീൽ യഥാർത്ഥത്തിൽ. അപ്പോൾ കുറച്ച് മൈക്കിന്റെ പൊസിഷൻ ഒന്ന് നോക്കണം, കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ബാക്കിയെല്ലാം ഇവർ പറഞ്ഞതൊക്കെ തന്നെ, നന്ദലാല, പിന്നെ ഏറ്റവും അവസാനത്തെ ഫിനിഷിങ് നിർത്തിയപ്പോൾ ഉള്ള രാ പാടുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നന്നായിട്ട് നക്ഷത്രക്കുട്ടിക്ക് പാടാൻ സാധിക്കും ഈ പാട്ട്. ശരത്തങ്കിള് ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശരത്തങ്കിള് കമ്പോസ് ചെയ്ത പാട്ടിന്റെ കാര്യം ശരത്തങ്കിള് പറഞ്ഞില്ല. ശരത്തങ്കിള് പവിത്രം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് ഇതേ രാഗത്തില്. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ശ്രീരാഗമായിരിക്കും. അതെ അല്ലേ. പിന്നെ ശ്രീകുടിച്ചേട്ടൻ പാടി അതെന്നെ പാട്ട്. അതെ ഉഗ്രം പാട്ടാ. അത് അസാധ്യ പാട്ടാണ്. അണ്ണാജി കീറി പാടിയിട്ട് ഓടിയത്. എനിക്കും കൂടുതലൊന്നും പറയാനില്ല മോളെ. നല്ല സോങ് സെലക്ഷൻ, പ്രത്യേകിച്ച് ഒരേ കടലിന് സിനിമയിലെ നമ്മുടെ ശ്വേത എന്ത് രസമായിട്ടാ പാടി വെച്ചേക്കുന്ന നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. സെമി ഫൈനൽ ആകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് അല്ലേ നല്ല നല്ല പാട്ടുകൾ കൊണ്ടുവരട്ടെ. വളരെ സിമ്പിൾ ആക്കാതെ നല്ല സോങ് സെലക്ഷനിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മോള് നന്നായിട്ട് പാടി കേട്ടാ, കലക്കി കേട്ടാ. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആദ്യ ഒരു നക്ഷത്ര പൂക്കുറ്റി. താങ്ക് യു. All the best. താങ്ക് യു. കുഞ്ഞുകൂട്ടിലെ മിടുക്കിക്കുട്ടി നമ്മുടെ സ്വന്തം ദ്യുതി. വെൽക്കം ദ്വിതി കുട്ടി ഓൺ സ്റ്റേജ്. ആഹാ മനോരഞ്ജനി സുരാംഗനി സുന്ദരി. ഹലോ. അതെ കൊള്ളാലോ. ആ റോസാപ്പൂ ഇങ്ങനെ നിക്കുന്ന കണ്ടില്ലേ? അത് ചെവിയാ ചേച്ചി. ഇത് രണ്ടുകണ്ടാ? കിണിങ് കിണിങ്. മീനുട്ടി ആ തലേ വെച്ചേക്കുന്നത് റോസാപ്പൂ അല്ലേ? അല്ല, ചെവിയാന്ന്. ചെടിയോ? ചെവി. 4 ചെവിയോ ഒരു കുട്ടിക്ക്? 4, 5, 6 ചെവിയോ? കൂടുതലാ അപ്പം. ഹലോ, അറിയോ എന്നെ? ഇഷ്ടാണോ? എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടാണല്ലോ. അതുപോലെ എനിക്ക് റിമി ടോമി ആന്റീനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അല്ലി മക്കളെ ഏതാ പാടുന്നത്? ചന്ദ്രകളഭം. ആഹാ, ഇത് ആര് സെലക്ട് ചെയ്തെന്ന്? അച്ഛനും ലഘവമോ? അമ്മയും. അല്ലെ ചന്ദ്രലഘവം എന്നാണ് പറഞ്ഞത്. ചന്ദ്രലഘവം അതല്ലേ മക്കളെ? അങ്ങനെ കേട്ടത്. ചന്ദ്രകളഭം. കളഭം. കളഭം. പറഞ്ഞേ കളഭം. മൈക്ക് തെറിച്ചു പോയി. എന്നാ ഇനി എന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും, കേൾക്കാം. ഓക്കേ. സിനിമ കൊട്ടാരം വിളിക്കാനുണ്ട്. എന്തിന്? വർഷം 1975. ഓക്കെ. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ. മാസ്റ്റർ. ലിറിക്സ് വയലാർ രാമവർമ്മ സർ. രാമവർമ്മ. ഭയങ്കര ബലം. രാമവർമ്മ. പിന്നെ പിന്നെന്താ പാടിയത് പി മാധുരി അമ്മയും പാടിയിട്ടുണ്ട്. ഞാൻ അതാ അതിപ്പോ പാടി. ഞാനും പിന്നെ ആരൊക്കെ പാടി? പിന്നെ യേശുദാസങ്ങളും പാടിയിട്ടുണ്ട്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. വീട്ടിക്ക്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ
കലക്കി. കാലക്കീടാ. എടി കാക്കര മുറ്റ നീ കാലക്കിട അടിപൊളി മോളെ, അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. റിമി പറഞ്ഞത് ഒന്നുകൂടെ പറയണം, മനസ്സിലായില്ല. കാക്കട മുറ്റിട്ട് അത് കാലക്കിട ദ്യുതിമോളെ എന്തോ അസലായിട്ട് പാടി, അസലെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതെ, കലക്കി. മാധുര്യമ്മ അങ്ങ് ഒപ്പിയെടുത്തു. മാധുര്യമ്മ പാടിയിരിക്കുന്നത് പോലെ ഡിറ്റോ, അതായത് ചന്ദ്രകളഭം ചാ ചാ അതൊക്കെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പാടി. നന്നായി മോളെ, നന്നായി കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ പാട്ട് നല്ല അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. അത് മോക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, വരികളൊക്കെ മനസ്സിലാക്കിയോ? അർത്ഥം അറിയാമോ? മോക്ക് മനസ്സിലായോ അർത്ഥമൊക്കെ? അനുപല്ലിയിലും ചരണത്തിലും വേർഡ്സ് ഉണ്ട്. അതായത് വസുന്ധരേ വസുന്ധരേ മതിയാവും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ട്. അത് വളരെ സത്യമാണ്. കാരണം വയസ്സായിരിക്കുന്ന ആൾക്കാരൊക്കെ പറയും, അയ്യോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തോണേ എന്നൊക്കെ പറയും. അതെ. പക്ഷേ ഒരിക്കലും എടുക്കല്ലേ എന്നാ പ്രാർത്ഥന. പക്ഷെ എന്തെങ്കിലും വന്ന് അങ്ങോട്ട് പോകുമ്പോ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നും പറയും. അതെ. അതുകൊണ്ട് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്, മതിയാവും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ. സത്യമാണ്. ഈ 7 വയസ്സായ കുട്ടി 1975 ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് ഈ ഒരു ജനറേഷന് കൈമാറി 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 പോവാണ്. അപ്പോൾ ഈ പാട്ടിന്റെ ശക്തി ഒന്ന് ആലോചിക്കുക, അത്രേ ഉള്ളൂ. വേറൊന്നും പറയുന്നില്ല മോളെ, മോള് നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ദ്യുതി സൂപ്പറായിട്ട് പാടിയ അസാധ്യ കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എല്ലാവർക്കും പ്രണാം. വേറൊന്നും പറയാനില്ല, അസാധ്യ പാട്ട്. മോള് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ലവ് യു മുത്തേ. ദ്യുതിക്കുട്ടി വൃത്തികെട്ട സ്വഭാവം. എനിക്ക് അന്യന്റെ പാട്ട് മുതൽ ഇഷ്ടപ്പെട്ട അവഹരിക്കരുതാണ്. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും, ഞാൻ എടുത്ത് പോക്കല്ലോ. അല്ല, അത് എനിക്ക് തന്ന ഉമ്മയാ. അതൊക്കെ എനിക്ക് വഴി കയറി പിടിക്കാന്ന് എനിക്ക് പറയുന്നത് தேவையில்ல அண்ணா. இந்த வழி உம்மா போச்சா நான் അടുത്ത പോക്കറ്റിലെ പോടും. മക്കളെ, ഈ വഴി അയക്കി. മെസ്സിയുടെ ഗോള് പോരുണ്ട്, ഇങ്ങോട്ട് തന്നെ ഈ വഴി വന്നാ ആദ്യം ഒരു തൂവലങ്ങാണ്ടായിരുന്നു. ദ്യുതിക്കുട്ടി, സുന്ദരിക്കുട്ടി, ഇന്ന് 6 ചെവി വെച്ചിട്ട് വന്നത് വെറുതെ ആയില്ല. അപ്പൊ എന്തായാലും സൂപ്പറായി ഇന്ന്. ആ ഉടുപ്പും കൊള്ളാം, എല്ലാം സ്റ്റൈലായിട്ടുണ്ട് ഇന്ന്. സൂപ്പർ. ഇത് ഇത് സാധാരണ ഫ്രോക്ക് അല്ലേ? സാധാരണ ഫ്രോക്ക് അല്ലേ? കോമ്പിനേഷൻ അടിപൊളി. ആ കളറും അല്ല അത്രയും തള്ളല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതോ, ഇത് കോമ്പിനേഷൻ ആണ്. അതും കൊള്ളാലോ. അതും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ദ്യുതികുട്ടി, എനിക്ക് മോള് പാടുമ്പോ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടില് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു റോസപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. ഒരു വീട്, പുഴ, അതിന്റെ ഇടയില് ഞാനും കണ്ടു. മിനുങ്ങും ഇങ്ങനെ മിന്നാമിനുങ്ങും പോലെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങള്. എനിക്ക് കുറെ നേരം ഈ പാട്ടും കേട്ട് ആ പുഴയിലോട്ട് നോക്കി ലാസ്റ്റ് എടുത്ത് ചാടാൻ തോന്നി. ഇതിനൊരു ചരണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മരണം സുനിശ്ചിതം. അത് ചാടുന്നതിന് മുമ്പ് ഞാൻ ഈ വരി പാടും. കൊതി തീരും വരെ ഇവിടെ ജീവിച്ച്. അത് പാടിട്ട് എന്നിട്ട് അതിനകത്ത് കിടന്നുണ്ട്, അയ്യോ എന്നെ രക്ഷിക്കണേ. സൂപ്പറായി പാടി. ഒരു ചക്കരുമ്മ എനിക്ക് തന്നെ, ഇങ്ങോട്ട് മാത്രം ഒരു ഉമ്മ. അയ്യോ എനിക്ക് തന്നില്ല. പറത്തി വിട്ട ഒരു ഉമ്മ. അയ്യോ എനിക്ക് കിട്ടിയില്ല. അപ്പൊ പാടൂ പാടൂ പാടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ദ്യുതി പൂക്കുറ്റി. മോളെ കണ്ട മോടെ അച്ഛനെ പോലെ ഇരിക്കാട്ടാ. അച്ഛനെ പോലാണ് മക്കള് കേട്ടോ. മക്കള് പാട്ട് കേട്ടില്ലേ? രണ്ടാമത്തെ കൺമണി പെണ്ണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, അവൾ അമ്മയെ പോലെയും ഇരിക്കണം, അവളുടെ അമ്മൂമ്മയും പോലെ. അപ്പൂപ്പനെ അമ്മൂമ്മയ്ക്കും സങ്കടം ഉണ്ടാ, എല്ലാവർക്കും സന്തോഷമായില്ലേ? പറഞ്ഞത് കറക്റ്റാ അല്ലെ? ആണോ? എല്ലാരും പറയും അമ്മൂമ്മേനെ പോലെ ആയിരിക്കും. കണ്ട അത് മക്കൾ ഇരിക്കുന്നതായിരിക്കടാ അമ്മൂമ്മയെ പോലെ. അല്ല, മുഖം, ഫേസ്. സ്വഭാവം അച്ഛന്റെ സ്വഭാവം അച്ഛന്റെയാണ്. കാരണം അച്ഛൻ എപ്പോഴും ചെറിയ ചെറിയ കൊച്ചുങ്ങളെ പോലെയാ സ്വഭാവം. അത് ശരി. അച്ഛൻ
ഇങ്ങനെ ദേഷ്യത്തിൽ ഭയങ്കരമായിട്ടിരിക്കുമായിരിക്കും. അപ്പം ചേച്ചിയോ ഞാനോ അമ്മയോ വല്ലതും പറയുമ്പോ അച്ഛൻ ചിരിച്ചു ഇങ്ങനെ അങ്ങ് ചിരിക്കും. പാവാണല്ലേ? അച്ഛൻ നല്ല ഒരു മനുഷ്യനാണ്. അപ്പൊ അമ്മയുടെ ചായ ഒന്നും ഇല്ലേ ഇത് കുട്ടിക്ക്? അമ്മയുടെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഇവൻ അങ്ങനെ തന്നെ വേണം. കുറേ നേരം കൊണ്ട് ഇവിടെ നിന്ന് എന്റെ പൊന്ന് ചെലക്ക് കൊടുത്തു മോളെ, ചെലക്ക് കൊടുത്തു. അമ്മയുടെ ചായ കുടിച്ചിട്ട് അമ്മയുടെ റിമി വിചാരിക്ക എന്നെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുക. മക്കളെ കുഞ്ഞെ പെട്ടെന്ന് പോയിക്കോട്ടെ മക്കളെ, കിടന്ന് ഉറങ്ങിക്കോടാ മുത്തേ. ഗുഡ് നൈറ്റ്. മധുക്കളുടെ തൃപ്തിയായി. സംഗീത വിരുന്നിലേക്ക് എത്തുന്നു പ്രിയപ്പെട്ട പാട്ടുകാരൻ അബിൻ. സെയിം ആണല്ലോ. അപ്പൊ അബിൻകുട്ടൻ ക്ലാസി ആയിട്ട് വരികയാണ്. ഡ്രസ്സിന്റെ സ്റ്റൈലൊക്കെ ഒരു നല്ല വെരി രസം. എലിഗന്റ്. മോനെ ഏത് പാട്ടാ പാടുന്നത്? ഹൃദയ സരസിലെ ഞാൻ പറഞ്ഞു അസാധ്യ പാട്ടാ മോനെ. അതെ, ഉഗ്രം പാട്ട്. വണ്ടർഫുൾ കോമ്പസ്, എവർഗ്രീൻ. അപ്പൊ മക്കള് നന്നായിട്ട് പാടുക. മോനെ അറിയാമല്ലോ ഡീറ്റെയിൽസ്. മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമികള്, പാടിയത് ദാസാറ്, എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാറ്, സിനിമ പാടുന്ന പുഴ, 1968. അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. All the best, all the best, Thank you. മക്കളെ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയുമരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ
കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. അബിൻകുട്ട, എന്തോ അതിമനോഹരമായ ഒരു ഗാനം. എനിക്ക് ഹൃദയ സരസിലെ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മോഡൽ സ്കൂൾ 8ാം ക്ലാസ്സാണ് ട്രിവാൻഡ്രത്ത്. അന്ന് കോമ്പറ്റീഷന് ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ട് ഇതാണ്. എന്നാൽ എനിക്ക് പ്രൈസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തുമില്ല. സെക്കൻഡേ കിട്ടൂ. അവിടെ അലക്സ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഈ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇപ്പം ഈ 8 വയസ്സുള്ള കുട്ടികളൊക്കെ പാടുമ്പോഴത്തേക്കൊരു സ്ത്രൈണ രസമാണല്ലോ ഇതിനകത്ത് വരുന്നത്, വോയിസിന് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അയാൾ 10ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 7, 8, 9, 10 എല്ലാം ഒരുമിച്ചല്ലേ കോമ്പറ്റീഷൻ വരുന്നത്. പുള്ളിക്കൊരുമാതിരി ദാസേട്ടൻ്റെ ശബ്ദമാണ്. പുള്ളി അവിടെ വന്നിട്ട് സംഗമം അതൊക്കെ പാടിയിട്ട് പുള്ളി ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോകും. നമ്മൾ ഈ ഹൃദയ സരസിലെ കുറേ സംഗതി ഒന്നും പാടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കെന്നും സെക്കൻഡ്. അതാ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത്. മോൻ നന്നായിട്ട് എന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളാണ് മോന് കുറച്ചുകൂടെ എന്താണ് വിസ്തരിച്ച് പാടുക എന്ന് പറയത്തില്ലേ. നമ്മളിപ്പോൾ ക്ലാസിക്കലിലൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പാടിപ്പോവാതെ ആ ചില ഇടങ്ങൾ, സ്വാമിയുടെ ചില സ്ഥലങ്ങൾ നമ്മൾ അതങ്ങോട്ട് പിടിക്കണം. ആ പിടിച്ച് പാടിയാലേ അത് വരത്തുള്ളൂ. അനുപല്ലവിക്കുമൊക്കെ കുറച്ച് ഗ്ലും വന്നിട്ടുണ്ട്, സാരമില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു രസമുണ്ട്. സത്യത്തിൽ ഈ ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ റൗണ്ട് ഇത്തവണ നമുക്ക് ആവശ്യമില്ല. കാരണം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു ഒരു സെമി ക്ലാസിക്കൽ റൗണ്ട് തന്നെയാണ്. സെമി ക്ലാസിക്കലിനെ കാട്ടിൽ പ്രയാസമാണ് അത്. ഇപ്പോൾ വെച്ചിരിക്കുന്ന റൗണ്ടിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം വേറൊന്നുമല്ല, അത് പാടി ഫലിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാലും മോൻ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ, എന്തോ അഭിനയ എന്ത് രസമുള്ള ഒരു കോമ്പസിഷനാണ്. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. കുറച്ചും കൂടെ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സുഖം ആവാമായിരുന്നു. നിനക്ക് എനിക്ക് തോന്നുന്ന ആ വരികളുടെ അർത്ഥവും മോൻ കുറച്ചും കൂടെ മനസ്സിലേക്ക് എടുത്തിട്ട് പാടുമ്പോൾ അതിന് വേറൊരു സുഖം കിട്ടും. അർത്ഥനിമീലിത മിഴികളിലൂറും അതങ്ങനെ അങ്ങ് നിൽക്കണം അവിടെ. ഇല്ല, നിനക്ക് എല്ലാത്തിനും ഒരു വെപ്രാളമുണ്ട്. ഇത്ര പെട്ടെന്ന് പാടി തീർത്തിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ മോൻ? വെള്ളം ആരെങ്കിലും വിളിക്കാനോ അല്ല ഫേസ്ബുക്കിൽ കയറി നോക്കാനോ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനെ കിടന്ന് മരണപ്രാളം അടിക്കുന്നത്? അതിന്റെ ഒരു ഫീലുണ്ട്. അത് ഈ പാട്ടിന് മൊത്തത്തിൽ നമ്മള് കമ്പാരിസൺ അല്ല മോനെ, കമ്പാരിസൺ അല്ല. അയ്യോ, ഒരിക്കലും അല്ല. അത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റും, നടക്കത്തില്ല, ആരും ഇല്ല താനും. അത് ശരിയായിക്കൊള്ളു മക്കളെ. നീ ഒരു ഉഗ്രം പാട്ടുകാരനാടാ. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എൻ്റെ ഫിലിമിൽ പാടിക്കാൻ എനിക്ക് തലയ്ക്ക് ഓടമുണ്ടോ? അല്ല, നീ എനിക്ക് കൈക്കൂലി തരുമോ? ഒന്നുമില്ലല്ലോ. നിന്നിലെ പാട്ടുകാരനെ എനിക്ക് അത്ര ഇഷ്ടമാണ് മോനെ കേട്ടോ. ഇത് സെമി ഫൈനൽ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒന്ന് ഞെക്കി പറയുന്നത് കേട്ടോ മക്കളെ. ഒന്നും വിചാരിക്കരുത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അബിൻകുട്ട, എന്തോ നന്നായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. അത് എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റേതായ രീതിയിലാണ് ഈ പാട്ട് പാടിയത്. സംഗതികൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, പ്രത്യേകിച്ച് സ്വാമിയുടെ പാട്ടുകൾക്ക്. സ്വാമിയും ദാസേട്ടനും ഒരുമിച്ചുള്ളൊരു വേദിയിൽ ഈ പാട്ട് എന്തായാലും ഒരു ആദ്യത്തെ പാട്ടായിരിക്കും. സ്വാമി ഒരു ലൈൻ പറഞ്ഞു കൊടുക്കും, ദാസേട്ടൻ പാടും. ഹൃദയ സരസിലേ സ്വാമി പാടുമ്പോൾ ദാസേട്ടൻ ചിരിക്കും ആ സമയത്ത്. അത്രയ്ക്ക് ഭാവമാണ് ദാസേട്ടൻ. ഹൃദയ സരസിലേ അങ്ങനെ സ്റ്റേജിൽ പാടുക. രണ്ട് ലൈൻ പാടി പിന്നെ അവസാനം ദാസേട്ടൻ അത് ഫുള്ള് പാടും. അങ്ങനെയാണ് സാധാരണ ഇഷ്ടംപോലെ വേദികളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനും അതെ. അപ്പോൾ സ്വാമിയായിട്ട് എനിക്ക് വളരെ ആത്മബന്ധമുള്ള ആളായിരുന്നു എനിക്ക് സ്വാമി. ഒരു ആത്മീയ ഗുരുവായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. സ്വാമിയുടെ ഒരു സംഗതികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സ്വാമിയുടെ അടുത്ത് ഇപ്പോൾ ഒരു പാട്ട് ഇതെങ്ങനെയാണ് സ്വാമി ഇങ്ങനെ ചെയ്തത്, ഏത് രാഗത്തിലാണ് ചെയ്തത് അപ്പോൾ പറയും നാരായണ നാരായണ എന്ന് പറയും. ഇത് സിനിമാ രാഗമാണ്. അതെ, സിനിമാ രാഗം എന്ന് പറയും. അതെ. അപ്പോൾ കുറേ കാര്യങ്ങൾ സ്വാമി എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അങ്ങനെ ആ കൂട്ടത്തിൽ പറഞ്ഞാണ് ഇതിൻ്റെ സംഗതികളുടെ സോഫ്റ്റായിട്ട് വേണം. അപ്പോൾ ഇതൊരു പ്രണയഗാനമാണല്ലോ. ഇപ്പോൾ ഒരു പറഞ്ഞില്ലേ, ആ സംഗതികൾക്കൊക്കെ അത്രയും കട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫീൽ പോവും കേട്ടോ. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില സ്ഥലത്തൊക്കെ ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത്
നീ പറയൂന്ന് ഫസ്റ്റ് വാല്യൂവിൽ നിർത്തിയത് അതൊക്കെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവരൊക്കെ എബിന്റെ കാലിബർ എത്രയോ നാളുകളായിട്ട് അല്ലേ, ഒരു വർഷം കൊണ്ട് ആയിട്ടില്ലേ ഈ സീസൺ 4 അല്ലേ? അത്രയും നാളായിട്ട് എബിന്റെ ഞാൻ ഇപ്പോഴാണ് ഞെട്ടിപ്പോയി. ശരത്തേട്ടൻ ഓഫർ വരെ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിന്റെ ഇടയിൽ എത്ര ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ശരത്തേട്ടാ? ഇതൊരു ഓഫർ, വേറൊരു ഓഫറും കൂടെ ഇതേ ഞാൻ ഉടനെ പാടിക്കും. അത് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, അങ്ങനെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അവർ അത്രയും പാട്ടുകൾ കേട്ട്, അപ്പൊ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്കറിയാം മോന്റെ, അതായത് ഈ ശബ്ദത്തിലുള്ള പരിമിതി അല്ലെ, അത് വെച്ചിട്ടാണ് എവിടെ ഇടറോ എവിടെ വെള്ളി വരുമോ എന്നുള്ള ആ കൊച്ചിന്റെ നെഞ്ചി കൈവച്ച് കഴിഞ്ഞാൽ പാട്ടേന്ന് അടിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ദൈവമേ ഗുരുവായൂരപ്പ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പൂർത്തിയാക്കാൻ പറ്റി അല്ലേ? ആ ഹൈ പിച്ച് പോകുമ്പോഴാണെന്ന് തോന്നുന്നില്ല കൂടുതൽ എബിന് ടെൻഷൻ വരുന്നത് അല്ലെ, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്. അതെ അതെ, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ലിറിക്സ് വീണ്ടും അത് പറയാണ്ടിരിക്കാൻ പറ്റും ശ്രീകുമാരൻ തമ്പി സാറ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ എത്ര പ്രാവശ്യം അത് എല്ലാവർക്കും അല്ലെ, പഴയ പാട്ട് ഒത്തിരി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചില പാട്ടുകൾ മാത്രം വീണ്ടും കേൾക്കുന്നു, വീണ്ടും പാടുന്നു. അതിന്റെ വരികളുടെ ഒരു ഡെപ്തും മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്ന് ചില പാട്ടുകൾ ആഴത്തിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എല്ലാവർക്കും കുഞ്ഞു സംഗതി വരെ അറിയുകയും ചെയ്യാം. ബെസ്റ്റായിട്ട് പാടി, ഇനിയും ബെസ്റ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അബിൻകുട്ടാ, എന്തോ അപ്പൊ മോൻ നന്നായിട്ട് പാടി. മോൻ എങ്ങനെയാണോ പാടിയത് അതിനുള്ള മാർക്ക് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തു. ഞാനിവിടെ എഴുതി വെച്ചു, സിഗ്നേച്ചർ വിട്ടു. ഇനി മാറ്റാനും പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത പാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുക, കഴിഞ്ഞത് മറക്കുക, കഴിവതും ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വന്ന് പാടുക. ടാറ്റാ, ബൈ ബൈ. ടാറ്റാ.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുള്ള സമയമാണ്. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും. ഇന്ന് നമ്മുടെ സെമി ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.